ഹലോ ഗായ്സ്, ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു നൈറ്റ് വ്ളോഗായിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എനിക്കൊരു അനിയത്തിയുണ്ട്, ഒരു കുഞ്ഞി പെണ്ണ്. അവൾ ഇന്ന് ഇവിടെ നിൽക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവൾക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ആഗ്രഹം. ഞങ്ങളിപ്പോൾ നൈറ്റ് വ്ളോഗ് കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ പറ്റുന്നത് രാത്രിയായിട്ടാണ്. അവൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അവൾക്ക് എന്ത് സംഭവിക്കും മീൻസ് ഞങ്ങൾ കേൾക്കുന്നില്ല. അവൾ സത്യം പറഞ്ഞാൽ അമ്മേനെ കാണായിരുന്നു, അവൾക്ക് കരച്ചിൽ വരും. അപ്പം എന്താണ് വെച്ചാൽ ഞങ്ങളിവിടെ അവൾ നിർബന്ധിച്ച് നിർത്തിയതോ അല്ലെങ്കിൽ അവളെ നിർബന്ധിച്ച് വീഡിയോ കണ്ട് അനുഭവിക്കുന്നില്ല. അവൾ സ്വയം നിന്നാണ് അതിൻ്റെ വീഡിയോ കയ്യിലുണ്ട്. അത് അമ്മേൻ്റെ ഫോണിൽ. അപ്പം ഇതിനകത്ത് ഇട്ട് തന്നെ. അപ്പം നമുക്ക് ആ വിശ്വാസത്തിലോട്ട് കിടക്കാം. അപ്പം ഈ ഒരു നൈറ്റ് ബ്ലോഗിൻ്റെ പേരാണ് ദ നൈറ്റ് ഗേൾ. കൊള്ളാല്ലേ, നല്ല പേരല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് അപ്പുവിനെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ രാത്രി ഞാൻ നോക്ക ടൈം രാത്രി 9:16 വലിയ സമയമൊന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ സമയമായിരിക്കും. പിന്നെ ഇവിടെ 9:16. അപ്പോൾ നമുക്ക് നല്ല വീട്ടിലോട്ട് ഇടണോ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണോ വിശേഷം? പറഞ്ഞ അപ്പൂച്ചിൻ്റെ വിശേഷം നമുക്ക് കേൾക്കാം. ഇതപ്പച്ചി വിശേഷം കുറേ വിശേഷം മച്ചായി. എന്താ വിശേഷം? അപ്പൂച്ച അങ്ങനെ പാടേ. എന്താ വിശേഷം? പറയടി. അപ്പു അല്ല, ചിത്ര ചോദിച്ചുള്ളൂ. അപ്പൂച്ചല്ലേ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചത്? അപ്പം നമ്മളിന്ന് നൈറ്റ് വ്ളോഗായിട്ട് എടുക്കാൻ പോന്നേ. മച്ചായോ, എങ്ങോട്ടാ പോന്നെ? ഇവിടെ കയറിയിട്ടടി കാലിപ്പന്നെ. നീ എങ്ങോട്ടടി പോണേ? കണ്ണുകുത്തു നോടി കളിപ്പന്നെ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വ്ളോഗിങ് മുഴുവൻ നമ്മുടെ അപ്പു കണ്ടിരിക്കുന്നത്. പറഞ്ഞോ, അപ്പൂച്ചിൻ്റെ പേരെന്താ? ഹന്ന. ഫുൾ നെയിം എന്താ? ഫുൾ നെയിം ഹന്ന ഷുബിൻ. ഫുൾ നെയിം അവളുടെ ഹന്ന ഷുബിൻ കേട്ടോ. ശരിക്കുള്ള ഹന്ന ഷുബിൻ എന്നാണേ. സോറി. ഓക്കെ, ആ കൊച്ചിൻ്റെ ആവശ്യം പറയണം. പിന്നെ ഇന്ന് എന്ത് സംഭവിക്കുന്നു ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. എന്താ പോയാ ഇന്ന് ചിലപ്പോൾ ഒരു കരയും, എന്തും സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു വ്ളോഗാണ്. നിങ്ങൾക്ക് പുറകെ കലമേൽ കിടക്കല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പോകാൻ ബാഗെടുത്ത് വെച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് നാളെ സ്കൂളില്ലെന്നുള്ള കാര്യമേ. അപ്പം ഞങ്ങൾ ഇതൊക്കെ എത്തി വെച്ചേക്കാണു. അല്ലേ അപ്പൂച്ചേ? ഗൈസ്, അവളില്ല ഇപ്പം ഇവിടുന്ന് ഈ ബെഡിൽ നിന്ന് ഇവിടുന്ന് ചാടി. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ പോയതിൻ്റെ കുറച്ച് എന്ത് ഓർമ്മ വന്നു? മറ്റേ തുടരും സിനിമയ്ക്ക് മോഹൻലാലൊക്കെ ചാടുന്ന പോലെ നമുക്ക് അതുപോലെ ഒന്ന് സെറ്റാക്കിയാലോ? നമുക്ക് അതുപോലെ സെറ്റാക്കിയാലോ? ഗൈസ്, ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് ആ വീഡിയോ മീൻസ് ആ സോങ് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇട്ടു. അതുകൊണ്ട് തന്നെ സോങ് ഇല്ലാതെ നിങ്ങൾ കാണും. ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടോ. സോങ് ഇടാതെ നിങ്ങൾ കണ്ടോ കേട്ടോ. ദെൻ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ എൻ്റെ കൊച്ചതൊക്കെ ചെയ്ത്. ആരും വിശ്വസിക്കുമോ? പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? ആരാ വിശ്വസിക്കുമോ? കൊള്ളല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ അപ്പൂച്ചിനെ പറ്റി നമ്മൾ കുറേ ഇൻ്റർവ്യൂ വിചാരിക്കും. ഹന്ന എന്നാണ് നിങ്ങളുടെ ആ പേര് പറഞ്ഞത്. പിന്നെ അപ്പൂച്ചാരെന്നായിരിക്കും. അപ്പൂച്ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിക്കുന്ന കേട്ടോ. അയ്യോ പോവല്ലേ, ഇത് പിണങ്ങി പോന്ന് വെച്ച് എന്നാ. എൻ്റെ കണ്ടന്റിനുള്ള കൊച്ചായിരുന്നു, പോയി. ഇനി ഞാൻ കണ്ടന്റിന് എന്ത് ചെയ്യും? ആക്ടിങ്ങിൽ ഓസ്കാർ കൊടുക്കാനുള്ള കൊച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ? അങ്ങനെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എല്ലാം ഇനി ഈ വീഡിയോ വരും. എന്തെങ്കിലും ഉണ്ടായിരുന്നു. കുറേ നേരം ഞാൻ നോക്കിക്കുന്നു, ഒന്നും ആവുന്നില്ല ഗൈസ്. ഒന്നും ചെയ്യാനൊരു കണ്ടന്റ് നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ്, ഇനി ഇത് തന്നെ ചിലപ്പോൾ വരാം. കാരണം രാത്രിയായ കൊച്ച് തുടരത്തെ മോഹൻലാലിനെ പറയാം, അതോടെ ഞാനാണ്. ഓക്കെ, പിന്നെ
then what I can say, wind upping our video. Bye. Bye.